ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം. അവൻ എന്നോട് ഒരു കാര്യം ചോദിച്ചായിരുന്നു, എടി എനിക്ക് വെളിയിൽ ഇറങ്ങിയാൽ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ അവനൊരൊറ്റ കാര്യം അവനോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ വെളിയിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അതിൻ്റെ അകത്ത് കയറിയപ്പോഴും ബിഹേവ് ചെയ്ത്. പക്ഷെ ഇറങ്ങി ഞങ്ങൾ നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഞാൻ കുറച്ച് എയറിലായിരുന്നു എന്നുള്ളത്. കുറച്ചധികം എയറിലായി പോയി. മലയാളികളുടെ ഒരു ക്രഷായി മാറിയിരിക്കുകയാണ് വൈഫ്. സാധാരണ ആൾക്കാർക്ക് കുശുമ്പൊക്കെ തോന്നില്ലോ, എന്റെ വൈഫിന് ക്രഷ് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു കുശുമ്പില്ല. ആ മീറ്റർ പറ, ആൾക്കാർ കേൾക്കട്ടെ. ജിമ്മിൽ വെച്ചപ്പോൾ ഞാൻ എൻ്റെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരിക. അപ്പോൾ ഒരു പെൺകുട്ടി സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ അകത്ത് കയറി ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട. ഒരു 5 മിനിറ്റ് ഒരു സ്പാർക്ക് ഉണ്ടായി. ഫ്രണ്ടിനോട് ചോദിച്ചു, ആരാണ് ആ കുട്ടി എന്ന് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല, ഈ സീരിയലിൽ അഭിനയിക്കുന്നൊന്നും എനിക്കറിയില്ല. നമുക്കൊന്ന് ആലോചിച്ചാലോ. അതേ തോട്ട് അവിടെയും പോയിട്ടുണ്ടെന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. നേരിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു, പെട്ടെന്ന് നിശ്ചയം. 2-3 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം, 1 വർഷം കഴിഞ്ഞപ്പോൾ മക്കള്. ചേച്ചിക്ക് ഫസ്റ്റ് സ്പാർക്ക് അടിച്ചായിരുന്നോ കണ്ടപ്പോ? എനിക്ക് സ്പാർക്കല്ല, എനിക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് സത്യത്തിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ഏതാണ് ഈ ഗുണ്ട. നിങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോ പരസ്പരം അങ്ങോട്ട് നോട്ടീസ് ചെയ്ത സംഭവം കാര്യം വെണ്ടക്കണ്ണ് അതന്നെ ഇപ്പോഴും പറഞ്ഞ് കളിയാക്കും. നിങ്ങൾ ഫാമിലി കയറുന്ന സമയത്ത് തന്നെയാണ് ശ്രീധുവിന്റെ ഫാമിലിയും കയറുന്നത്. അപ്പൊ നിങ്ങൾ ആക്ച്വലി ആ കോമ്പോനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും ശ്രീധുവിന്റെ അമ്മ നൈസായിട്ട് വേണ്ട നേരത്തെ കിടന്ന് ഉറങ്ങ് അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന പോലെ. ഞങ്ങൾ ചെന്നൊരു 1 hour കഴിഞ്ഞിട്ടാണ് ശ്രീധുവിന്റെ അമ്മ വരുന്നത്. അപ്പൊ എനിക്കും ഫാമിലിക്കും ഫീൽ ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നല്ല ഫ്രണ്ട്സാണ്. ഓൾറെഡി അർജുൻ അതിൻ്റെ അകത്ത് അത് പറഞ്ഞിട്ടുമുണ്ട്. അർജുൻ അത് ശ്രീധുവിനോട് ചോദിച്ചിട്ടുമുണ്ട്, നിനക്ക് കംഫർട്ടബിൾ ആണോ, നിനക്ക് വെളിയിൽ ഇറങ്ങിയാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ ഞാൻ കാരണമാണ്. നമ്മളങ്ങനെ തൂങ്ങിക്കിടക്കുന്നല്ല ഇത്. ഹായ്, ബിഹാവ് വിത്ത് സൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഗസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടുത്തൊരു വീടിനകത്ത് ഒരു ദിവസം കയറി അങ്ങ് വൈറലായി എല്ലാവരും ക്രഷായി മാറിയിരിക്കുന്ന ഒരു ചേച്ചിയാണ് അശ്വിനി ചേച്ചി. ഹായ്. ഹായ്. ഞാനിത് ആക്ച്വലി നടന്ന് ക്ഷീണിച്ച് നമുക്കൊന്ന് ഇരുന്ന് സംസാരിച്ചാലോ? ഓക്കെ ചേച്ചി, അപ്പൊ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പോ സാധാരണ പണ്ടൊക്കെ അർജുന്റെ ചേച്ചി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ ബിഗ് ബോസിൽ കയറിയിരുന്ന അശ്വിനി എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടു തുടങ്ങി. എല്ലാവരും പറയണു ചേച്ചി ഒരു പെർഫെക്റ്റ് ബി മെറ്റീരിയൽ ആണ്. അതുപോലെ എത്ര ക്രഷാ ചേച്ചിക്ക്. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോ എന്താ തോന്നുന്നത്? ഇപ്പോ എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും ബിബിയിൽ അവർ മീൻസ് ഫാമിലി റൗണ്ടിന് വിളിച്ചപ്പോ മമ്മി പപ്പ അല്ലെങ്കിൽ മമ്മി സിസ്റ്റർ എന്നൊരു ഓപ്ഷനാണ് തന്നത്. അപ്പൊ പപ്പയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാനും മമ്മിയും കൂടെ പോയത്. പക്ഷെ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിക്കണം, അധികം വലിയ ഇതൊന്നും വേണ്ടെന്നൊക്കെ ബിഗ് ബോസ് ആൾക്കാർ അല്ല എന്റെ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ സത്യത്തിൽ ഞാൻ അതെല്ലാം മറന്നുപോയി എന്നതാണ് സത്യം. ഇപ്പം അങ്ങനെ തന്നെയാണ് ഞാൻ, പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല അവിടെ. ഞാൻ വെളിയിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അതിൻ്റെ അകത്ത് കയറിയപ്പോഴും ബിഹേവ് ചെയ്ത്. പക്ഷെ ഇറങ്ങി ഞങ്ങൾ നാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഞാൻ കുറച്ച് എയറിലായിരുന്നു എന്നുള്ളത്. കുറച്ചധികം എയറിലായി പോയി. ആക്ച്വലി ചേച്ചി അതിന്റെ ഉള്ളിൽ കയറിയിട്ട് പറയണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കയറുന്നത്, പക്ഷെ ഇങ്ങനെയെങ്കിലും കയറാൻ സാധിച്ചത്. ഒരു ദിവസം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്? അതായത് എന്നെ അർജുന്റെ സിസ്റ്റർ ആയിട്ടാണ് വിളിച്ചത്. പക്ഷെ ഇപ്പൊ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും ഒരു ആഗ്രഹം ഉണ്ടാകും, ഒരു ദിവസമെങ്കിലും അതിന്റെ ഉള്ളിൽ ഒന്ന് കാണണം, എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസ്, അതിൻ്റെ അകത്ത് അവരുടെ സ്ട്രഗ്ലിംഗ് എങ്ങനെയായിരിക്കും. അപ്പൊ പലരും പറയുന്നുണ്ട് ഇതെന്ത് ഇത്ര മാത്രം അവിടെ പറയാനുള്ളത്, അതിന്റെ ഇത്ര ദിവസമല്ലേ ഉള്ളൂ, ആകെ 100 ദിവസം ഇത്ര പ്രശ്നമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, എനിക്ക് കയറി ഞാനൊരു 5-6 മണിക്കൂർ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താ പറയുന്നത്, അവർക്ക് നമ്മളിപ്പോ പുറത്തുനിന്നുള്ളവരെ കാണുമ്പോൾ ഒരു മഴ പെയ്ത ഫീലാണ് അവർക്കുണ്ടായത്. അവർക്കൊരു ഫോണില്ല, ഒരു ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇൻകേസ് ഷെയർ ചെയ്താലും എല്ലാവരും ക്യാമറ കോൺഷ്യസ് ആണ്, അവിടെ ഇവിടെ എല്ലാം ക്യാമറയാണ്. എനിക്ക് തന്നെ ചെന്നിട്ട് ആകെ ഒരു വെപ്രാളമായിപ്പോയി. പിന്നെ ഇല്ല, എൻ്റെ അനിയനാണല്ലോ, പിന്നെ നമ്മൾ ഡെയിലി കാണുന്ന കുറെ കണ്ടസ്റ്റൻസ്, അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലെ നമ്മൾ അവരെ ഏറ്റെടുത്തു ഓൾറെഡി. അപ്പൊ എന്നിലുള്ള ഒരു ക്യാരക്ടർ പുറത്തോട്ട് വന്നു. അതാണ് അവിടെ സംഭവിച്ചത്. നമ്മളിപ്പോ ആക്ച്വലി നിൽക്കുന്നത് വയനാട്ടില് ഒരു ജിമ്മിന്റെ അകത്താണ്. അപ്പൊ ആക്ച്വലി ഇത് ചേച്ചിയുടെ ജിം തന്നെയാണോ, സ്വന്തം ജിമ്മാണോ അത്? ഞങ്ങളുടെ ജിമ്മാണ്. ആണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ ആൾക്കാരെ? ഞാന് പേഴ്സണൽ ട്രെയിനറും കൂടെ ആണ്. ഞാൻ സീരിയലില് 2014 ചെയ്യുന്നതിന് മുന്നേ, അതായത് ഒരു 5-6 വർഷം മുന്നേ ഞാൻ ഒരു നാഷണൽ അത്ലറ്റ് ആയിരുന്നു. എന്റെ ഫീൽഡ് അതായിരുന്നു. അപ്പോൾ അപ്പോഴത്തോട്ട് ഒരു ഡ്രീം ആയിരുന്നു, ഒരു PSC കുറെ ജോലി കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ എന്നാലും ഒരു ഓൺ ജിം അതായിരുന്നു ആഗ്രഹം.
ഇപ്പം സീരിയലിന്റെ കാര്യം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. കാരണം അപ്സരേച്ചിനായിട്ട് മുന്നേ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? കാരണം അപ്സരേച്ചി പറയണുണ്ടായി ചേച്ചി വരാൻ വേണ്ടിയിട്ട് കുറെ കാലമായി കണ്ടിട്ട് എന്നൊക്കെ ഉള്ളത്. ആക്ച്വലി ചേച്ചിന്റെ അടുത്ത് പറയുകയും ചെയ്തു, അത് കാരണമാണ് ഇത്രയും നോട്ടീസ് ചെയ്തത് ആൾക്കാർ എന്നുള്ളത്. അത് ഈ പറയുന്ന പോലെ ഞാൻ സ്പോർട്സ് ചെയ്തോണ്ടിരുന്ന ടൈമില് പെട്ടെന്ന് ഒരു ഇഞ്ചുറി ഉണ്ടായി. പിന്നെ എന്റെ കോച്ച് കുറച്ച് ദൂരെ, അദ്ദേഹം വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് മാറി. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ലക്കാണ് സീരിയലിലോട്ട്. അതെനിക്ക് അങ്ങോട്ടേക്കൊന്നും മീൻസ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല ആ ഒരു ഫീൽഡ്. പക്ഷെ എനിക്ക് കിട്ടിയ ഒരു ലക്കായിരുന്നു അത്. ഞാൻ കയറിയത് ഞാൻ ഏഷ്യാനെറ്റിലാണ് ചെയ്തത്. ഏഷ്യാനെറ്റിൽ അമ്മ സീരിയലില് പൊന്നു എന്നുള്ള ക്യാരക്ടർ, IPS ലേഖ ക്യാരക്ടറായിരുന്നു. ഭയങ്കര റീച്ചായിരുന്നു എല്ലാവരും. അന്നേരം ഇത്രയും സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്രത്തോളം ഇതായിരുന്നില്ല. പക്ഷെ അന്നേരം എന്താ പറയാ, വെളിയിലിറങ്ങിയാലും പെട്ടെന്ന് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം സൺ TV-യിലും മഴവിൽ മനോരമയും ചെയ്തിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ഞാനൊന്ന് നിർത്തിയത്. അതെ, സോഷ്യൽ മീഡിയയിൽ പക്ഷെ അപ്പില്ലാത്തൊരു റെക്കഗ്നേഷൻ ആണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അടുത്ത് പറയുകയും ചെയ്തു, ആകെ 200 എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ബിഗ് ബോസ് കയറുന്ന സമയത്ത് നിന്ന്. എന്നിട്ട് ഇപ്പൊ എത്ര 11.6 ഇല്ലേ? 11K മേലെ. ഞാൻ ശരിക്കും പറഞ്ഞാല് ബിഗ് ബോസിലോട്ടുള്ള കോള് വന്നിട്ട് അതുവരെ എനിക്ക് ശരിക്കും 2, 3, 4 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത്ര കോൺഷ്യസ് അല്ല ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാറില്ല, ഒന്നുമില്ല. കൂടുതലും ഇതിനകത്ത് തന്നെയാണ്, നമ്മുടെ മൈൻഡ് എപ്പോഴും ഇതിനകത്തായിരിക്കും. അങ്ങനെ ഒന്നിലും വലിയ ഇതില്ല. പക്ഷെ അതിൽ കയറി ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കുറെ നമ്മൾ അതിൻ്റെ ഞാനും അർജുനും തമ്മിലുള്ള സംസാരം, പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ, അതെല്ലാം കൂടെ കുറെ പേര് കട്ട് ചെയ്ത് വീഡിയോ ഇട്ടു. പിന്നെ അത് വൈറലായി. നോക്കിയപ്പോ ഇപ്പൊ അടിക്കടി ഇപ്പൊ ഇന്ന് നോക്കിയപ്പോ 11K മേലെയായി. രാവിലെ നോക്കുമ്പോ വേറെ, ഇപ്പൊ നോക്കുമ്പോ വേറെ. ഫസ്റ്റ് ഇപ്പൊ ഒരുപാട് ഫോളോവേഴ്സ് വന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് ക്രഷ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ലേ? എത്ര പേര് മെസ്സേജ് അയച്ചു? നോക്കാറുണ്ടോ DM അങ്ങനെ ഫുൾ ടൈം? ഞാൻ അങ്ങനെ നോക്കാറില്ലായിരുന്നു. പക്ഷെ അർജുൻ ബിഗ് ബോസിൽ കയറിയപ്പോ തൊട്ട് ഞാൻ കുറച്ച് മെസ്സേജസ് നോക്കും. കാരണം ആൾക്കാരുടെ അവനുമായിട്ടുള്ള ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ട്, അവന്റെ കുറെ ഫാൻസിന്റെ അങ്ങനെ കുറെ നോക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ചേച്ചിയുടെ ഫാൻസിനെ നോക്കണ്ടേ? എനിക്ക് വേണ്ടി ആരൊക്കെയോ പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞത്. എന്തോ കിടു അങ്ങനെ എന്തൊക്കെ പറയണേ ഞാൻ കണ്ടായിരുന്നു. പറഞ്ഞാൽ അത്ര വലിയ മൈൻഡ് ചെയ്തില്ല. പിന്നെ ആൾക്കാർ ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് BB മെറ്റീരിയൽ ആണല്ലോ, എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ ബിഗ് ബോസേ നിങ്ങളൊന്ന് വിളിക്കണം എന്നുള്ള രീതിയിൽ ആക്റ്റീവ് ആയിരുന്നു. എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ആ സമയം തോന്നി. അപ്പം ഇനി വരാൻ പ്ലാൻ ഉണ്ടോ, നമ്മുടെ സപ്പോർട്ട് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അതെല്ലാവരും പറയുന്നുണ്ട്. ചേച്ചിയും അതുപോലെ തന്നെ ശ്രീതുവിന്റെ അമ്മയാണ് പെർഫെക്റ്റ് BB മെറ്റീരിയൽ, അവർ രണ്ടുപേരും വരണമായിരുന്നു എന്നുള്ളത്. അപ്പൊ ആക്ച്വലി നിങ്ങൾ ഫാമിലി കയറുന്ന സമയത്ത് തന്നെയാണ് ശ്രീതുവിന്റെ ഫാമിലിയും കയറുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീതുവിന്റെ അമ്മേനായിട്ടുള്ള ആ ഒരു സമയത്തെ ആറ്റിറ്റ്യൂഡ്? കാരണം നമുക്ക് പുറത്തുനിന്ന് കണ്ടപ്പോൾ നിങ്ങൾ ആക്ച്വലി ആ കോമനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതും ശ്രീതുവിന്റെ അമ്മ നൈസായിട്ട് ലൈക്ക് വേണ്ട നേരത്തെ കിടന്ന് ഉറങ്ങ് അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന പോലെ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? ഞങ്ങൾ ചെന്നൊരു 1 hour കഴിഞ്ഞിട്ടാണ് ശ്രീതുവിന്റെ അമ്മ വരുന്നത്. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അന്നത് കോംബോ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എനിക്കും ഫാമിലിക്കും ഫീൽ ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നല്ല ഫ്രണ്ട്സാ. ഓൾറെഡി അർജുൻ അതിനകത്ത് അത് പറഞ്ഞിട്ടുമുണ്ട്. അർജുൻ അത് ശ്രീതുവിനോട് ചോദിച്ചിട്ടുമുണ്ട്, നിനക്ക് കംഫർട്ടബിൾ ആണോ, നിനക്ക് വെളിയിൽ ഇറങ്ങിയാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവോ ഞാൻ കാരണമെന്ന്. അപ്പോഴും ശ്രീതു ഇല്ല, അങ്ങനെ ഇല്ലല്ലോ അർജുനെ, കാരണം അവളുടെ ഒരു ടോൺ അങ്ങനെയാണ് അർജുനെ. അപ്പോ കാരണം നമ്മള് അങ്ങനെയല്ല, നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീതുവിന്റെ മമ്മി വന്നപ്പോഴും അവരവരുടെ മകളെ കാണാൻ വന്നു, അതനുസരിച്ചുള്ള ഇതായിട്ട് അവര് മൂവ് ചെയ്തു, നമ്മളും മൂവ് ചെയ്തു എന്നല്ലാണ്ട്. പിന്നെ നമ്മൾ എല്ലാവരോടും കൂടി ഒരു കൾച്ചറൽ ഈവനിങ് ഒരു പ്രോഗ്രാം, പാട്ട്, ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളിപ്പോ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഇനി എനിക്ക് ഇതൊന്ന് മൊത്തത്തിൽ കാണിച്ചു തരും. കാരണം നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് വന്നപ്പോ ഭയങ്കര വലിയ ജിമ്മൊക്കെ, അപ്പൊ എനിക്കൊന്ന് മൊത്തത്തിൽ കാണണമെന്നുണ്ട്. പിന്നെന്താ? ഓക്കെ. ഇതിൽ ഞാൻ ഫസ്റ്റ് ഒക്കെ ചേച്ചി കുറെ വെയിറ്റ്സ് ഒക്കെ എടുക്കാറുണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ല. എത്ര കിലോ വരെ എടുക്കും? വെയിറ്റ് ട്രെയിനിങ്സ് ഇപ്പൊ ഞാൻ കുറവാണ് ചെയ്യുന്നത്, കൂടുതലും കാർഡിയോ വർക്ക്സ് ആണ്. എന്നാലും എത്ര കിലോ വരെ പൊക്കാൻ പറ്റും? അതാണ് സ്കോട്ട് ഒക്കെ ബെസ്റ്റ് 150, 160 അത്രയൊക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതൊക്കെ വളരെ കുറവാ അതൊക്കെ. ആണല്ലേ? അതുപോലെ ഇത് എന്താണ്, ഇതെന്താ സാധനം? നമ്മള് ബോഡി ബാക്ക് ഫാറ്റ് ഒക്കെ ബേൺ ചെയ്യാൻ. എനിക്ക് ചെയ്യണം, എനിക്ക് പഠിക്കണം. പിന്നെന്താ? ഇനി ഈ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ വരും കേട്ടോ ഇവിടെ ജോയിൻ ചെയ്യാൻ. അതെ, വരട്ടെ. എനിക്ക് എത്തില്ല. എഴുന്നേറ്റ് ഓക്കെ, അങ്ങനെ പിടിച്ചോ, മെല്ലെ നിൽക്കുക. ഞാൻ പൂർണ്ണിമയ്ക്ക് പറ്റിയ വെയിറ്റ് ഞാൻ ഇടാം. പിടിക്കും. ഓക്കെ. ഇനി മെല്ലെ ബാക്കോട്ട്. ഇത് ബാക്കോട്ട് നമ്മൾ ഇങ്ങനെ ഇടുന്നിട്ട് ഇത് ഇങ്ങനെ സ്ഥലം. ഓക്കെ. പക്ഷെ ഇത് സിമ്പിൾ ആണ് കേട്ടോ. സിമ്പിളാ? ഇത് സിമ്പിൾ ആണ് കണ്ടോ. അപ്പൊ വെയിറ്റ് കൂട്ടട്ടെ. ഓക്കെ. ഇനി ഓക്കെ. മാറ്റില്ലേ? മാറ്റി വെയിറ്റ് ലോഡ്.
ഓക്കെ. അല്ല അല്ല നമ്മളങ്ങനെ തൂങ്ങി കിടക്കുന്നല്ല ഇത്. ആക്ച്വലി നമ്മുടെ ബിഗ് ബോസ് ചേച്ചി ഇത്രയും പവർഫുൾ ആയത് കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ജെൻസിന്റെ വെയിറ്റ് ആണിത്. കണ്ടോ, അതാണ് എനിക്ക് പൊക്കാൻ പറ്റാത്തത്. ജെൻസിന്റെ വെയിറ്റ് ആണ്. ഇതും കൂടെ ലോഡ് ചെയ്യുമ്പോൾ ഈ 10 kg കൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് കൂടും. അത്രയ്ക്ക് പവർ ഒന്നും നമുക്ക് ഉണ്ടാവത്തില്ല. ഇല്ല, അതാണ് ഞാൻ തൂങ്ങിയത് അല്ലേ. അതാണ് നീ തൂങ്ങിയത്, ഞാനും തൂങ്ങിയത്. ഇത് ഇപ്പൊ ചേച്ചി ഇങ്ങനെ പറയുമ്പോ ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അല്ലേ? ആ ഡയറ്റ് കാര്യങ്ങൾ എടുക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. നമുക്ക് കൂടുതലും പേഴ്സണൽ ട്രെയിനേഴ്സ് ആണ് ഇവിടെ വരുന്നത്, ട്രെയിനിങ് ഉള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പൊ അവർക്കൊരു പർട്ടിക്കുലർ ഡയറ്റ് കൊടുക്കും, നമ്മൾ നോക്കാറുണ്ട് ഡയറ്റ്. അതെ, അതാണ് ഇതിന്റെ രഹസ്യം, ഈ ഭംഗിയുടെ ഒക്കെ. ഓക്കെ, അതൊക്കെ പോട്ടെ, അതൊക്കെ മാറ്റി വെക്കാം. നമുക്ക് അർജുനിൽ തന്നെ സംസാരിക്കാം. കാരണം ഇപ്പൊ ഒരു ടാസ്ക് കഴിഞ്ഞുള്ളൂ, റാങ്കിങ് കൊടുക്കാന്നുള്ളത്. അതിൽ അർജുന് കറക്റ്റ് 3rd റാങ്ക് അർജുൻ പിടിക്കും ചെയ്തു. അർജുൻ അതിന് വേണ്ട ബെസ്റ്റ് പെർഫോമൻസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ആക്ച്വലി ചേച്ചിയുടെ ഒരു വിലയിരുത്തല് ചേച്ചി എത്ര റാങ്ക് കൊടുക്കുക അർജുനെ? എന്റെ വിലയിരുത്തലിൽ അവന് ഫസ്റ്റ് തന്നെ കൊടുക്കാം. കാരണം ഭയങ്കര ജെന്യൂൻ ആയിട്ടാണ് അവൻ അവൻ്റെ നിൽക്കുന്നത്. മാത്രമല്ല ഒരു ബാക്ക് സ്റ്റാബിങ് ഇല്ല, ഒരു ആരോടും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്നില്ല, ഒരു അതർ ലൂസ് ടോക്കിംഗ് ഒന്നുമില്ല അവനെ സംബന്ധിച്ച്. അപ്പം ഞങ്ങൾ എന്താണ് ഞങ്ങൾക്കറിയുന്ന അർജുൻ തന്നെയാണ് അതിൻ്റെ അകത്തും ഉള്ളത്. പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് ഡൗട്ടല്ല, ഒരു സംശയം പോലെ ഞാൻ ചോദിക്കുക. കാരണം ഈ നിങ്ങൾ പുറത്തുനിന്ന് ഫാമിലി റൗണ്ടിലേക്ക് കയറുമ്പം നമുക്ക് കൊടുക്കാമല്ലോ ഇങ്ങനെ കാര്യങ്ങൾ, ചെറുതായിട്ടൊരു ക്ലൂ പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ കണ്ടസ്റ്റൻസിന്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു അർജുനെ എന്താണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ? ഇല്ല, അവൻ എന്നോട് ഒരു കാര്യം ചോദിച്ചായിരുന്നു, എടി എനിക്ക് വെളിയിൽ ഇറങ്ങിയാൽ നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ എന്നൊരു കാര്യം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ ഇങ്ങനെ കളിയാക്കുന്ന പോലെ ആ വീഡിയോക്കകത്ത് ക്ലിയർ, അത് ഭയങ്കര വൈറലായിട്ടുണ്ട് ആ വീഡിയോ, ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവനൊരു ഒറ്റ കാര്യം അവനോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കാരണം നമുക്ക് അവനെ കുറിച്ച് പ്രൗഡ് ഓഫ്. ഇപ്പൊ ഫാമിലിയിൽ അനിയൻ എന്ന് പറയുമ്പോൾ പുറത്തുള്ള പെൺകുട്ടികളുടെ ഒരു ക്രഷ്, ഇപ്പൊ ചേച്ചി എന്ന് പറയുമ്പോൾ പുറത്തുള്ള ആമ്പിളേന്റെ ഒരു ക്രഷായി മാറിയിരിക്കുകയാണ്. ഇതൊരു ക്രഷ് ഫാമിലി ആയി മൊത്തത്തിൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും എത്ര വയസ്സായി? എനിക്കിപ്പോ 31. നിങ്ങൾക്കൊരു കാര്യം അറിയോ ഗൈസ്? അതല്ല, നമ്മുടെ നിങ്ങൾ ഈ ക്രഷ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ചേച്ചി മാരീഡ് ആണ്. അതെ, 3 കുട്ടികളുടെ അമ്മയാണ്, ഒരു സന്തൂർ മമ്മി അല്ലേ? നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. പറഞ്ഞ ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്ത് തോന്നുന്നു, ഇപ്പൊ മൊത്തം മലയാളികളുടെ ഒരു ക്രഷായി മാറിയിരിക്കുകയാണ് വൈഫ്. സാധാരണ ആൾക്കാർക്ക് കുശുമ്പൊക്കെ തോന്നില്ലോ, എന്റെ വൈഫിന് ക്രഷ്, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇപ്പൊ ഒരു കുശുമ്പുമില്ല. എന്താ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. അവിടെ ചെന്നിട്ട് തകർത്ത് വിളയാടിയില്ലേ, ഒറ്റപ്പെട്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ജിമ്മ് കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഒതുങ്ങി കൂടി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് വലിയൊരു ബ്രേക്ക് കഴിഞ്ഞ് ഇവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ സ്വീകരിച്ചു, ജനങ്ങൾ സ്വീകരിച്ചു. സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷാണ്. ആക്ച്വലി തോന്നുന്നു ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്കൊക്കെ ഒരു കുശുമ്പ് തോന്നും ചേട്ടന്റെ അടുത്ത്, ഇല്ലേ? എന്ത് തോന്നുന്നു? ചേച്ചിക്ക് വരുന്ന മെസ്സേജസ് ഒക്കെ കാണാറുണ്ടോ? കൊറേ കാണാറുണ്ട്. എന്താ വരാറ്? അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയാ, ബിഗ് ബോസ് മെറ്റീരിയലാണ് ചേച്ചി, അടുത്ത വർഷം എന്തായാലും പോകണം. അങ്ങനെ കുറെ നല്ല നല്ല കാര്യങ്ങളായിട്ട് തന്നെ വരുന്നത്. നെഗറ്റിവിറ്റി ആയിട്ടൊന്നും വരുന്നില്ല, അതൊരു സന്തോഷം. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് ചേച്ചി കാരണം എന്ന് പറയുന്നുണ്ട്, അർജുൻ കയറിണ്ട്. അളിയൻ അങ്ങനെ എന്തെങ്കിലും താല്പര്യം ഉണ്ടോ ബിഗ് ബോസിൽ പോകണമെന്ന്? എനിക്കോ? എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒതുങ്ങി കൂടിയാ പോരെ? താല്പര്യമില്ല, ഒന്നാമത് സമയമില്ല. ഒന്നാമത്തെ കാര്യം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കാണ് അല്ലേ? ഇതിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്, എനിക്ക് ജിമ്മിന്റെ എക്യുപ്മെന്റ്സ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓൾമോസ്റ്റ് 70% എക്യുപ്മെന്റ്സ് നമ്മൾ തന്നെ. ഇപ്പോ ചേട്ടന്റെ വീടാണെങ്കിൽ വയനാട്ടിലാണ്, ചേച്ചിയുടെ വീട് കോട്ടയത്താണ്. അപ്പൊ എങ്ങനെയാണ് ഈ കല്യാണം സംഭവിച്ചത്? നിങ്ങൾ ലവ് മാരേജ് ആയിരുന്നോ? അല്ല, ശരി പറഞ്ഞല്ലോ. കണ്ടു, അതും കാണുന്നത് ജിമ്മിൽ വെച്ചിട്ടാ. ആ ജിമ്മിൽ വെച്ചിട്ടാ ഫസ്റ്റ് ആ മീറ്റപ്പ് ആൾക്കാർ കേൾക്കട്ടെ. ജിമ്മിൽ വെച്ചപ്പോ ഞാൻ എന്റെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരിക. അത് എന്റെ ഒരു ബ്രദറിന്റെ ജിം തന്നെയായിരുന്നു. അങ്ങനെ വന്ന് അപ്പോൾ ഒരു പെൺകുട്ടി സ്റ്റെപ്പിൽ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഓക്വേർഡായിട്ട് തോന്നി, കാരണം ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ലേഡീസിന് ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു കുട്ടി വെളിയിൽ വന്നിരിക്കുന്നുണ്ട്, അപ്പോൾ നീ വേഗം വാ, ഞാൻ ഇറങ്ങാണ് എന്ന് പറഞ്ഞു. നീ ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കി, അവരൊന്ന് അകത്ത് കയറ്റി ഇരുത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവർ നേരിട്ട് വന്ന് കണ്ടു. ഞാൻ പറഞ്ഞു അകത്ത് കയറി ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ട, ഞങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി. ഒരു 5 മിനിറ്റ് ഒരു സ്പാർക്ക് ഉണ്ടായി. എനിക്ക് സ്പാർക്കുണ്ടായി. അങ്ങനെ എന്തായി, അങ്ങനെ ഈ പിന്നെ ഫ്രണ്ടിനോട് ചോദിച്ചു, ആരാണ് ആ കുട്ടിയെന്ന് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല, ഈ സീരിയലിൽ അഭിനയിക്കുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയാണ്
നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് ആലോചിച്ചാലോ. അങ്ങനെ അതായി. അതേ തോട്ട് അവിടെയും പോയിട്ടുണ്ടെന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് എങ്ങനെയായി. പിന്നെ കണ്ട് സംസാരിച്ചു, നേരിട്ട് വിളിച്ചു. ഇങ്ങനെയാണ് എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. വീട്ടിൽ വന്ന് സംസാരിച്ച കുഴപ്പം എനിക്ക് തീരുമാനം അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നേരിട്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വലിയ കുഴപ്പമില്ല. പെട്ടെന്ന് നിശ്ചയം. 2-3 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം. 1 വർഷം കഴിഞ്ഞപ്പോൾ മക്കള്. 1 വർഷം കഴിഞ്ഞ് അത് നല്ല അമ്പൂറ്റി പിള്ളേർ, ഇരട്ടകള്. 2 ആൺമക്കൾ ആദ്യം ഉണ്ടായി. അവർക്ക് ഇപ്പോൾ 7 വയസ്സ് കഴിഞ്ഞു. ഇപ്പോ മൂന്നാമത് ഒരു മോൻ 2.5 വയസ്സ് കഴിഞ്ഞു. 3 തൊട്ട് അടുക്കാനാവുന്നു. സന്തോഷമായിട്ട് പോകുന്നു. ചേച്ചിക്ക് ഫസ്റ്റ് സ്പാർക്ക് അടിച്ചായിരുന്നോ കണ്ടപ്പോ? എനിക്ക് സ്പാർക്കല്ല, എനിക്ക് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് സത്യത്തിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ഏതാണ് ഈ ഗുണ്ട. അങ്ങനെയല്ല, സത്യത്തിൽ ഞാൻ പെട്ടെന്ന് അന്നിങ്ങനെ അന്ന് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. കയ്യൊക്കെ ഇത്രയും ഇപ്പം വർക്കൗട്ട് ഇല്ല. ഇപ്പൊ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്ന വർക്കൗട്ടെല്ലാം ഡ്രോപ്പായി. കയ്യൊക്കെ ഈ സൈസ്, താടി ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്റെ അമ്മ. അപ്പൊ ഞാന് ഇപ്പം രാജീവേട്ടന്റെ തന്നെ ഫ്രണ്ടിന് വേഗം മെസ്സേജ് അയച്ച്, ഇവിടെ ആരോ വന്നിട്ടുണ്ട്, കണ്ടിട്ട് പേടിയാവുന്നു, ഒന്ന് വേഗം എന്നെയാണ് മേലോട്ട് വിളിക്കുന്നത്. അല്ല, അപ്പോഴാണ് ഞാൻ അവിടെ വിളിക്കുന്നത്. അവനെ വിളിച്ചു പറഞ്ഞു, എടാ ഇവിടെ ഒരു കൊച്ചിരിക്കുന്നുണ്ട്, വേഗം വാ, ഞാൻ ഇറങ്ങാന്ന് പറയുന്നത്. നമ്മുടെ സെക്ഷൻ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി പോവാ. അപ്പോഴാണ് പിന്നെ എനിക്ക് സ്പാർക്ക് തോന്നി എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അന്നേരം ഞങ്ങൾ ഇങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ അർജുനെ അപ്പൂനെ ഇവർക്കൊക്കെ നേരത്തെ അറിയായിരുന്നു. മീൻസ് ആ ചേട്ടനൊക്കെ അറിയാം. അവിടെയാണ് അവനും വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ അടുത്ത് അപ്പൊ ശരി ഓക്കെ ബൈ പറഞ്ഞപ്പോ എനിക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നിരുന്നു. അതിലൂടെ എന്തോ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞങ്ങള് ഇപ്പൊ ചേച്ചിക്ക് ചേട്ടനുള്ള സ്നേഹമാണ് കയ്യില് കാണുന്നത്. കാണിച്ചു കൊടുത്തേ. ആണല്ലേ? അപ്പൊ ചേട്ടന് സ്നേഹം ഇവിടെ ഹൃദയത്തിലല്ലേ? അപ്പൊ ഞാനൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യം ചോദിക്കാൻ പോവാണ്. വല്ലാണ്ട് ഡിഫിക്കൽട്ട് ആക്കല്ലോ. അത് ഡിഫിക്കൽട്ട് അല്ല, എന്നാലും അങ്ങോട്ടോട്ട് നോക്കരുത് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോ പരസ്പരം അങ്ങോട്ട് നോട്ടീസ് ചെയ്ത സംഭവം കാര്യം എന്താ? പെട്ടെന്ന് കണ്ടപ്പോൾ എന്താണ്? ഞാൻ പറയാം. വെണ്ടക്കണ്ണ്. കാരണം ഒരു പൊടി പോലും വെളിയിലോട്ട് പോവില്ല. ഈ കണ്ണിങ്ങനെ വെളി നിൽക്കുന്നുണ്ട്. എല്ലാ പൊടിയൊക്കെ വരുവാണെങ്കിലും ഈ കണ്ണിലെല്ലാം ഉണ്ടാവും. നമ്മുടെയൊക്കെ ഉള്ളിലോട്ടല്ലേ. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതെ, അത് ചേട്ടൻ പറഞ്ഞോട്ടെ. ചേച്ചിക്ക് എന്താ സ്ട്രൈക്ക് ആയേ? എനിക്ക് സ്ട്രൈക്ക് ചെയ്ത് കണ്ണ് തന്നെ. അത് പറ്റില്ല, ഞാൻ പറഞ്ഞത് പരസ്പരം പറയാൻ പറ്റില്ല. അല്ല സീരിയസ്ലി, നല്ല ഐലാഷ് ഉണ്ട് കണ്ണില്. ഉണ്ട്. നമ്മളെന്ത് ചെയ്യണം? നമ്മളെന്തെങ്കിലും വന്ന് ഐലാഷ് ഫിറ്റ് ചെയ്യണം. ഇവർക്കത് വേണ്ട. കണ്ടപ്പോ തന്നെ മനസ്സിൽ ഐലാഷ് ആണോ നോക്കിയത്? കണ്ണിലല്ലേ ആദ്യം നോക്കുന്നേ നമ്മള്. പിന്നെ പറയുന്ന ഞാൻ പറയില്ല, ഇപ്പൊ സ്റ്റെപ്പിൽ ഇരുന്നപ്പോ കേറി വരാൻ പറഞ്ഞ അകത്തോട്ട്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫീൽ ചെയ്ത കെയറിങ്. ഒരു കെയറുള്ളൂ. ഇപ്പൊ ചുമ്മാ ഒരു പെണ്ണ് അവിടെ വന്നിരിക്കുന്നു, ഒരാള് വന്നിട്ട് മുളെ കയറിപ്പോ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയൂ ആരെങ്കിലും? ഇപ്പൊ അപ്പോഴത്തെ ഒരു നമ്മുടെയൊക്കെ ജനറേഷനിലെ ഒന്ന് നോക്കിയിട്ട് പോകത്തേ ഉള്ളൂ, ചുമ്മാ കമന്റ് അടിച്ചിട്ട് പോകത്തുള്ളൂ. പക്ഷെ അതല്ല ചെയ്തത്. എന്നോട് പറയാം, എന്താ ഇവിടെ ഇരിക്കുന്നേ? അകത്ത് ഇവിടെ ലേഡീസിന്റെ ടൈമല്ല, വാ കയറി വാ എന്നാ എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്നെ ആരോ നമുക്കൊരു കെയറിങ് ഫീൽ ചെയ്യുകയാണല്ലോ. മനസ്സിലായി? അങ്ങനെ തന്നെ പറഞ്ഞേ, ഇവിടെ ഇരിക്കണ്ട, അകത്തോട്ട് കയറി നമ്മൾ ഇറങ്ങാന്ന് പറഞ്ഞു. ആക്ച്വലി ഇവിടെ നിൽക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ബിഗ് ബോസ് വീട്ടിനകത്ത് പോണേക്ക് മുന്നേ എനിക്ക് ചേച്ചിനെ അറിയായിരുന്നു. അതുകൊണ്ട് ചേച്ചി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും ക്രഷ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു, ഒരു ഹസ്ബൻഡ് 3 മക്കളുള്ള ചേച്ചിയാണ്, ശരിയാക്കി തരാം. അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ വന്നത്. എല്ലാവരും അറിയണ്ടേ, പിള്ളേരുടെ അമ്മയാണ്. അതിൽ ഞാൻ വിജയിച്ചില്ലേ? സമാധാനമായി. ആക്ച്വലി ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചിക്ക് 32 ലൈക്ക് ഒക്കെ വന്നിരുന്നുള്ളൂ. ഇപ്പൊ 6000 ഒക്കെ ആയിരുന്നു. അതെ, വൻ വിജയമാണത്. അതെ. അല്ല, ഒരുമാതിരി കുറെ പേർക്ക് അറിയായിരുന്നു ഫാമിലി ഉണ്ട് എന്നുള്ളത് കേട്ടോ. കാരണം ഫാമിലി വീഡിയോസ് അർജുന് നമ്മൾ വിഷുവിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തപ്പോ, അപ്പൊ ആ കുട്ടികൾ ഏതാ, അപ്പൊ ആ ചേട്ടൻ ഏതാ, അങ്ങനെ കുറെ കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ കുറച്ച് പേർക്കൊക്കെ അറിയായിരുന്നു. കുറച്ച് പേർക്കൊക്കെ അറിയാത്തവർക്ക് വേണ്ടിട്ട് നമ്മൾ അറിവ് പകർന്നു കൊടുക്കുക. ഇപ്പൊ ചേച്ചി
അമ്മയും ഹൗസിനകത്ത് കയറിയില്ലേ, അത് കഴിഞ്ഞിട്ട് അർജുനെ കാണുന്നു, സംസാരിക്കണു, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ടോ അർജുന്റെ ക്യാരക്ടറിൽ? മീൻസ് ആ ഒരു ഹാപ്പിനെസ്സോ എന്തെങ്കിലും? അവൻ കുറച്ചും കൂടെ ഒരു പോസിറ്റിവിറ്റി കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവൻ കുറച്ച് സാഡാണ്, ഇടയ്ക്ക് പെട്ടെന്ന് ഡെസ്പാവും. ആരെങ്കിലും ഈവൻ ശ്രീധുവിൻ്റെ ഇതാണെങ്കിൽ തന്നെ അവർ തമ്മിലൊന്ന് ജസ്റ്റ് സംസാരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവൻ ഡെസ്പാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അതിനകത്തോട്ട് കൂടുതൽ അഫക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. രണ്ടുപേരാണല്ലോ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരാൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡെസ്പായി പോകും. ഒരു 3 ഡേയ്സ് ഡൗൺ ആയ പോലെ. അതെ അതെ അതെ. പിന്നെ മാത്രം ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഇല്ലാതെ കണ്ടസ്റ്റൻസ് വൈസ് അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം ഞങ്ങളവിടെ ചെന്നപ്പോഴും ഇപ്പം പല കണ്ടസ്റ്റൻസ് ആണെങ്കിലും അവർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്, എല്ലാവരും പരസ്പരം. ആ ടാസ്ക് വരുന്ന സമയമുള്ള അടി ഇടിയൊക്കെ ഉള്ളൂ, പിന്നെ അവർ കൂളാവും. അങ്ങനെ അല്ലാണ്ട് അതിനകത്ത് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ ചെന്നിട്ടിറങ്ങിയപ്പോൾ അവന് കുറച്ചും കൂടെ ഒരു എനർജി ഫീൽ ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ ഉണ്ട്. ഇപ്പൊ എന്തായാലും ഇപ്പോൾ ശ്രീധുവിന്റെ അമ്മ കയറിയപ്പോഴായാലും നിങ്ങൾ കയറിയപ്പോഴായാലും അതിൻ്റെ ഉള്ള പരിപാടി മീൻസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ശ്രീധുവിന്റെ അമ്മയ്ക്ക് കുറച്ച് സൈബർ ബുള്ളിങ് പോലെ കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷെ ചേച്ചി അമ്മേനെ പറ്റിയിട്ടായാലും ഒരു നല്ല രീതിക്ക് സംസാരങ്ങളൊക്കെ വന്നത്. അപ്പൊ ആക്ച്വലി ചേച്ചി ആ ഒരു വ്യൂവർ എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ ചേച്ചി ആരുടെ ഒരു പക്ഷത്താണ് നിൽക്കുക? അങ്ങനെ പക്ഷം പറയാൻ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നത് ശ്രീധുവിന്റെ അമ്മ ചിലപ്പം ഒരു മകളോട് സംസാരിക്കേണ്ട രീതിയും മനസ്സിലായോ, ഒരു ഓവർ കെയർ കൊടുത്തതാവാം, അത്രേ ഉള്ളൂ. അവര് നേരത്തെ പോയി കിടക്കാനൊക്കെ പറയുന്നതും ഒരു അമ്മ മോളോട് എന്താണോ പറയുന്നത്, അവര് വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനോട് പോരുത് ഇവനോട് പോരുതെന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഒരു അമ്മ മോളോട് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ അവിടെയും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ ഫാൻസ് ഇതെടുത്ത് അങ്ങോട്ട് പുകച്ചങ്ങോട്ട് കത്തിച്ചു വിട്ടു. അതാണ് ഈ പ്രശ്നം വന്നത്. അങ്ങനെയാണ് സൈബർ ബുള്ളിങ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ അറിഞ്ഞത്. അതിലൊന്നും കാര്യമാക്കണ്ട, ബി അതന്നെ ബോൾഡായിട്ടിരിക്കാം. ഇനി ഞാൻ അലീന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ അർജുന് പകരം ചേച്ചിയാണ് ബിഗ് ബോസിലേക്ക് പോവുണ്ടായിരുന്നെങ്കിൽ ചേച്ചി എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും ചെയ്യണ്ടാവുക? മറ്റേ മാലപ്പടക്കല്ലേ, അതിന് തിരി കൊളുത്തിട്ട് പടപടാന്ന് പറഞ്ഞ പൊട്ടൂല്ലേ, അതായിരിക്കും അവിടെ ഫുൾ എന്റർടൈൻമെന്റും ജേകപോക കച്ചറ മൊത്തം ഉണ്ടാവും. എന്നുവെച്ചാല് കച്ചറ എല്ലാം വടക്കും പിടുത്തും എല്ലാം ഉണ്ടാവും. അതിനകത്ത് ഫണ്ണി എന്താ പറയുക, ഒരു അവിയില് വരുമായിരിക്കും. ഇമോഷണൽ ഉണ്ടാവും, സെന്റി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, പൊട്ടിത്തെറിക്കും, ഫണ്ണെലമെന്റ് ഉണ്ടാവും. കാരണം 8 കൊല്ലായില്ലേ, അപ്പൊ എനിക്കറിയാലോ. അതെ, അടുത്ത പ്രാവശ്യം ചേച്ചി പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നു. അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്ക് ജിമ്മൊക്കെ നോക്കി നടത്തേണ്ടി വരും കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. നമ്മള് ബിഗ് ബോസ് തിരിച്ചു വരുമ്പം അമ്മ ഒരു വിളിച്ചായിരുന്നു അർജുനേ എന്നുള്ളത്. അത് ആക്ച്വലി അമ്മയാണ് വിളിച്ചത്. പക്ഷെ ചേച്ചിക്ക് ഒന്ന് ക്യാമറ നോക്കിട്ട് ഒന്ന് വിളിക്കാൻ പറ്റോ? അങ്ങനെയാ വിളിച്ചോളൂ. അർജുനേ. അത് അമ്മ ഇപ്പോഴും വീട്ടിലായിട്ട് വിളിക്കാറുണ്ടോ? ഇല്ല, അതങ്ങനെയല്ല സംഭവം. ഞങ്ങളെല്ലാവരും അവനെ അറിയുന്ന എല്ലാവരും അപ്പു എന്നാണ് അവനെ വിളിക്കുന്നത്. ഇത് ശരിക്കും ശ്രീധു ഇട്ട പേരാണത്. മറ്റേ ടാസ്കിന്റെ ഇടയിൽ അല്ല, അവള് എപ്പോഴും അവനെ അർജുനെ എന്നാ വിളിക്കുന്നത്. ആ ഒരു ടോണിലാണ് വിളിക്കുന്നത്. പക്ഷെ ഇത് മമ്മി എന്തിനാ വിളിച്ചെന്ന് വെച്ചാൽ നമ്മളത് കേട്ട് അറിയാണ്ട് മമ്മിയുടെ വായി വീണ് പോയത്. അത് ഇങ്ങനെ ഒരു തമിഴ് ചൊവ്വയിലുള്ള വിളിയായിരുന്നല്ലോ, ആ ഒരു ഈണം. അങ്ങനെ അറിയാതെ വന്ന ഒരു വിളിയാണത്. ഓക്കെ, എന്തായാലും ഇപ്പൊ അർജുൻ സ്വയം തീരുമാനിച്ചത് 3ാമത്തെ സ്ഥാനാണെന്നുണ്ടെങ്കിലും ചേച്ചി അർജുന് കൊടുത്തത് 1ാം സ്ഥാനമാണ് അല്ലേ? അളിയന് 3ാം സ്ഥാനം പെർഫോമൻസിൽ കൊടുക്കുന്നത് 1 തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അവൻ എന്താണോ പ്രൊഡക്റ്റ് ചെയ്ത് 3-ൽ നിന്ന് വീണ്ടും ഇങ്ങനെ പിടിച്ചു കയറാം, 1-ലോട്ടാക്കാം, അതായിരിക്കും. പക്ഷെ അവൻ അറിയുന്നില്ല വെളിയിലുള്ള സപ്പോർട്ട് എത്രയുണ്ട്. അതെ, ഓക്കെ. എന്തായാലും നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ വരും എപ്പോഴായിരിക്കും, അർജുൻ വന്നാലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതും കപ്പ് കൊണ്ടിട്ട്. അപ്പൊ അർജുൻ കപ്പ് കൊണ്ട് വരുമ്പോ ഞാൻ വീണ്ടും വരും, ഇവരും കൊണ്ടുവരും. അതെ, അതുവരെ ടാറ്റാ ബൈ ബൈ. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം.